എൻ്റെ പേര് ഭാസ്കരൻ. ഇനീഷ്യൽ പട്ടാളത്തിൽ, തിരൂരങ്ങാടിയാണ് എൻ്റെ വീട്, മലപ്പുറം ജില്ലയിൽ. ഞാൻ റെയിൽവേയിലായിരുന്നു. റെയിൽവേയിൽ ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 60ാമത്തെ വയസ്സിൽ റിട്ടയറായി. ഇപ്പോൾ എനിക്ക് 66 വയസ്സായി. ഞാൻ റിട്ടയർ ആയതിനു ശേഷം നല്ല ഹെൽത്തി ആയിരുന്നു. എല്ലാ സംഘടനയിലും സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2023 ജൂണിൽ എൻ്റെ മകളെ പെരുന്നാളിൻ്റെ സമയത്ത്, കഴിഞ്ഞ 2023, അപ്പോൾ ഞാൻ എൻ്റെ മകളുടെ വീട്ടിലേക്ക് പോകാൻ, മകൾ പരപ്പനങ്ങാടി, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 2 വീലറിൽ പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്ത് അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഒരു മഴ വന്നു ചെറുതായിട്ട്. അപ്പോൾ ഹെൽമെറ്റെല്ലാം വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം അങ്ങ് പോയപ്പോൾ ചെറിയൊരു മിനി ലോറിയിൽ ചെറുതായിട്ടൊന്ന് തട്ടിപ്പോയി. അപ്പോൾ എൻ്റെ കോട്ട് കീറിയിട്ട് ചെറുതായിട്ടൊരു തൊലി പോയിട്ടേ ഉള്ളൂ. വേറെ ബ്ലഡൊന്നും വന്നിട്ടില്ല. ഞാൻ താഴെ വീണിട്ടുമില്ല. പിന്നെ അപ്പോൾ കണ്ടതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വന്നു. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടൊന്നുമില്ല, TT ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് പിന്നെ എൻ്റെ കാലിൽ ഒരു ഉമള പോലെ വന്നു. അപ്പോൾ ഞാൻ തന്നെ ഒരു സിറിഞ്ച് എടുത്തിട്ട് അത് ആ വെള്ളം ഒഴിവാക്കി. പിന്നെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വന്ന് കുട്ടികൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം അവിടുത്തെ ചീഫ് ഫിസിഷ്യൻ വന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അങ്ങനെ കാലിലെല്ലാം പഴുത്ത് അങ്ങനെ ഫ്രഷ് ഇറച്ചി പുറത്തേക്ക് വരുന്ന ഒരു കണ്ടീഷൻ. ഉടനെ മിംസ് ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് ചെയ്തു. ഇവിടെ വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് എനിക്കല്ല ഓർമ്മയില്ല, പറഞ്ഞറിവേ ഉള്ളൂ. അങ്ങനെ ഇവിടുന്ന് ICUവിൽ അവർ ടീം വർക്കാണല്ലോ, ഇവിടെ എല്ലാ ഡോക്ടേഴ്സും നോക്കി ഇവിടേക്ക് പൂനെയിലേക്ക് എന്തോ റിസർച്ചിന് എന്തോന്ന് അയച്ചു ബ്ലഡൊന്ന്. പിന്നെയാണ് അറിയുന്നത് ഇത് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയയാണ് എന്നുള്ളത്. അങ്ങനെയാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് കാലെല്ലാം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായി. അങ്ങനെ കാലിൻ്റെ ആംപുട്ടേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാല് മുട്ടിന് മേലെ കട്ട് ചെയ്ത് ഒഴിവാക്കി. കയ്യിനും അതേപോലെ ആംപുട്ടേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് നിലനിർത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സിൻ്റെ വളരെയധികം അവർ പ്രവർത്തിച്ചിട്ട് അവർ പറഞ്ഞ് 100% സക്സസ് ആവില്ല, ഒരു 75% കിട്ടുള്ളൂ, അതും പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇപ്പം ഞാൻ കാലെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഞാൻ തനിയെ നടക്കുന്നെല്ലാം ഉണ്ട്. ഇവിടുത്തെ ഡോക്ടർമാരുടെ എല്ലാം നല്ലൊരു പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ ഡോക്ടേഴ്സിനും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, ഉറപ്പില്ലായിരുന്നു എൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റും എന്നുള്ളത്. പിന്നെന്താ ഡോക്ടേഴ്സിൻ്റെ പരിശ്രമം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്.